ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വരുന്നതിന് മുന്നേ തന്നെ മലയാള സിനിമയിലെ അതിപ്രശസ്തനായിട്ടുള്ള ഒരു നായകൻ ഇതിനെതിരെ അല്ലെങ്കിൽ ശക്തമായിട്ട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം MLA കൂടിയായിരുന്ന വ്യക്തിയാണ്, മുകേഷ് ആണ്. അപ്പം മുകേഷ് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് സിനിമാ മേഖലയിൽ മാത്രമല്ല അതിലപ്പുറത്തേക്ക് എല്ലാ മേഖലയിൽ പെടുന്ന സ്ത്രീകൾക്കും ശക്തമായിട്ടുള്ള സംരക്ഷണം ഉറപ്പ് വരുത്തുക തന്നെ വേണം. അല്ലാതെ ഇതിൽ മാത്രമല്ല ഇത് ഒതുങ്ങേണ്ടത്. അതുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വരേണ്ടത് അത്യന്താപേക്ഷിതമാണ്. പിന്നെ അതിൽ നിന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ വലിയതായിട്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം അവരുമായിട്ട് ഞാൻ 4 മണിക്കൂറോളം സംസാരിച്ചതാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അതിശക്തമായിട്ട് പ്രതികരിച്ചൊരു നടനാണ് നമ്മുടെ ഈ പറയുന്ന മുകേഷ്. നമുക്കറിയാവുന്ന കാര്യമാണ്. ഇത് എടുത്തു പറയുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന സിനിമാ ഫീൽഡിലുള്ള എല്ലാ ആൾക്കാരും ഒന്നും ഇതിനെതിരെ അമ്മ സംഘടന പോലും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഫെഫ്ക സംഘടനയായാലും ഇങ്ങനെ ആരും തന്നെ പ്രതികരിച്ചിട്ടില്ല. പിന്നീട് മാറ്റിവെച്ച് മുന്നോട്ട് പോവാണ്. അപ്പം ഇത് പറയുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ ഈ പറയുന്ന കണക്ക് കൊള്ളാലോ, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ്, ഒരാളെങ്കിലും ശക്തമായി പ്രതികരിച്ചല്ലോ എന്ന് തോന്നിയേക്കാം. പക്ഷെ എന്നാൽ വർഷങ്ങൾക്ക് മുൻപായിട്ട് നമ്മുടെ മുകേഷിന്റെ ആദ്യ ഭാര്യ എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം സരിത എന്ന് പറയുന്ന നായികയെ അറിയാത്ത ആൾക്കാർ കുറവായിരിക്കും. കാരണം പണ്ട് മുതലേ ഉള്ള സിനിമകൾ കാണുമ്പോൾ അതിശക്തമായിട്ടുള്ള സ്ത്രീ കഥാപാത്രങ്ങളെ മമ്മൂട്ടിക്കൊപ്പം വരെ അഭിനയിപ്പിച്ച് അത്രയും ഫലിപ്പിച്ച ഒരു അല്ലെങ്കിൽ തത്തുല്യമായിട്ട് നായകനൊപ്പം അതേ റോൾ കൈകാര്യം ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് സരിത എന്ന് പറയുന്നത്. അപ്പം അവരായിരുന്നു ഈ പറയുന്ന മുകേഷിന്റെ ആദ്യ ഭാര്യ. അത് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ഇയാൾ രണ്ടാമത് കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന മേതിൽ ദേവിക എന്ന് പറയുന്ന അവരെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അതും ഇപ്പം ഒഴിഞ്ഞു വന്നിരിക്കുന്ന അവസ്ഥയിലാണ്. പക്ഷെ പണ്ട് നടന്ന ആ ഒരു ഇന്റർവ്യൂ, അത് ഈ പറയുന്ന ഇന്റർവ്യൂ ചെയ്യുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലധികം നമ്മൾ പറയേണ്ട കാര്യമാണ്. കാരണം ഇന്നത്തെ ഈ പറയുന്ന ആരോഗ്യമന്ത്രിയായിട്ടുള്ള വീണ ജോർജ് ഒരു പത്രപ്രവർത്തകയായിരുന്നു. അപ്പോൾ അവർ അന്ന് നടത്തിയ ഇന്റർവ്യൂ ആണ് ഇന്ന് ഏറെ പ്രസക്തമായിട്ട് മുന്നോട്ട് വരുന്നതെന്ന് പറയുന്നത്. അപ്പം അതിൽ പറയുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് കൃത്യമായിട്ട് ഈ പറയുന്ന വർഷങ്ങൾക്ക് മുമ്പേ ഈ പറയുന്ന ഇവർ മറ്റൊരു കല്യാണം, അതായത് മുകേഷ് മറ്റൊരു കല്യാണം കഴിച്ചത് തൻ്റെ അറിവോടുകൂടി അല്ലെങ്കിൽ മക്കളോട് ചോദിക്കാതെയൊക്കെ തന്നെയാണ്. കാരണം മറ്റൊരു ഇന്റർവ്യൂവിൽ മുകേഷ് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് മകനോട് സംസാരിച്ചിരുന്നു. അപ്പം മകനൊക്കെ സമ്മതപ്രകാരമാണ് ഇത്തരത്തിലൊരു കാര്യം ചെയ്യുന്നത്. പക്ഷെ അവർ കൃത്യമായിട്ട് പറയുന്നു അത് മാത്രമല്ല, എനിക്ക് ഇതുവരെ ഡിവോഴ്സ് കിട്ടിയിട്ടുമില്ല. കാരണം ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ മുന്നോട്ട് പോകുന്ന ഒരു ഡിവോഴ്സ് പേപ്പർ അല്ലെങ്കിൽ അത് തന്നെയായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇവർ ഈ പറയുന്ന ഒരുപാട് ഹരാസ്മെന്റുകൾ ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് അവർ അനുഭവിച്ചിട്ടുണ്ട്. അപ്പം ഈ കാര്യങ്ങൾക്കെതിരെയും കേസ് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് പിൻവലിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഡിവോഴ്സ് ആകാം എന്നുള്ള തരത്തിൽ മുകേഷ് പറയും. അതിനനുസരിച്ച് അവർ കൊടുത്തിരുന്ന ആ ഒരു പെറ്റീഷൻ പിൻവലിക്കുകയും ചെയ്തു. പക്ഷെ പിന്നീട് ഇയാൾ ഈ പറയുന്ന കോടതിയിലോട്ട് കൃത്യമായിട്ട് ഈ പറയുന്ന ഹാജരാവേണ്ട സമയങ്ങളൊന്നും ഹാജരായില്ല. അതുകൊണ്ടത് നീണ്ട് പോവുകയാണ് ചെയ്തതെന്നാണ് അവർ വെളിപ്പെടുത്തിയെന്ന് പറയുന്നത്. അപ്പം ഇതിങ്ങനെ പറയുന്നതിൽ അപ്പുറത്തേക്ക് മുകേഷ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ പറയുന്ന വർഷങ്ങൾക്ക് മുന്നേ ഈ സരിത ഇന്റർവ്യൂ കൊടുത്തതാണ്. പക്ഷെ ഇപ്പോഴാണ് അതൊന്ന് ഈ ഒരു അന്തരീക്ഷത്തിലാണ് കൂടുതലായിട്ട് വരുന്നതെന്ന് പറയുന്നത്. അപ്പം അതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, മകനെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് വയറ്റിൽ കൊണ്ടു നടക്കുന്ന സമയത്ത് അതിരൂക്ഷമായിട്ടുള്ള രീതിക്കുള്ള ഈ പറയുന്ന ശാരീരിക മാനസിക പീഡനങ്ങൾ ഈ പറയുന്ന മുകേഷിൽ നിന്ന് ഏറ്റുവാങ്ങിയിട്ടുണ്ടെന്ന് അവർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. അപ്പം അതിൽ ഈ പറയുന്ന വൈറ്റണിയായിട്ട് അല്ലെങ്കിൽ പ്രഗ്നന്റ് ആയിരിക്കുന്ന സ്ത്രീയെ ഉപദ്രവിക്കുക, അതിലപ്പുറത്തേക്ക് ഒരു ഈ പറയുന്ന സൈക്കോ എന്നൊക്കെ നമുക്ക് അതിനെ പറയാൻ പറ്റുള്ളൂ. കാരണം ഇങ്ങനത്തുള്ള ആൾക്കാരെ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്, ഇങ്ങനത്തുള്ള പ്രതികരണമൊക്കെ. ഇത് സത്യമാണെന്നുണ്ടെങ്കിൽ ഇത് സൈക്കോയുടെ അങ്ങേയറ്റമാണെന്നാണ് അവർ പറയാം. കാരണം പ്രഗ്നന്റ് ആയിരിക്കുന്ന ഒരു സ്ത്രീ കാറിലേക്ക് കയറാൻ ശ്രമിക്കുന്ന സമയത്ത് ഒരു കാലെടുത്ത് വെക്കുമ്പോഴത്തേക്ക് വണ്ടി മുന്നോട്ടോ പിറകോട്ടോ എടുക്കുക. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്കറിയാവുന്ന കാര്യമാണ്, നിലത്തടിച്ച് വീഴും, വീഴാൻ പോവും. ആ സമയത്ത് വല്ലാത്ത പ്രയാസം ഉണ്ടാവും, കരയും. ആ കരയുന്ന സമയത്ത് അയ്യോ നീ നല്ല അഭിനേത്രിയാണല്ലോ എന്ന് പറഞ്ഞ് വീണ്ടും അതിനെ കളിയാക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരുന്നതൊക്കെ ഏത് തരത്തിലുള്ള ആറ്റിറ്റ്യൂഡാണ്, എന്ത് തരത്തിലുള്ള സ്വഭാവ വൈകൃതമാണെന്ന് എത്ര ചിന്തിച്ചാലും മനസ്സിലാവാത്തൊരു കാര്യമാണ്. അപ്പം ആ സ്ത്രീ ഈ ഇന്റർവ്യൂ നടത്തുന്ന സമയത്ത് ഓരോ കാര്യങ്ങൾ പറയുന്ന സമയത്ത് അവർ വല്ലാത്ത വിങ്ങിപ്പൊട്ടുന്നുണ്ട്. അപ്പം ആ വിങ്ങിപ്പൊട്ടൽ കാണുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അവർ എന്തുമാത്രം മാനസിക സംഘർഷം ആ സമയത്ത് അനുഭവിച്ചിരുന്നു. നമുക്കറിയാവുന്ന കാര്യമാണ്. ഈ പറയുന്ന മുകേഷ് ഭയങ്കരമായിട്ട് സ്റ്റാറായി മിന്നി തിളങ്ങി നിൽക്കുന്നതിനേക്കാളും മുന്നേ സ്റ്റാറായ വ്യക്തിയാണ് സരിത എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇവരെ കല്യാണം നടക്കുന്ന സമയത്തും സരിത തന്നെയാണ് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന വേഷങ്ങൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും ശക്തമായിട്ടുള്ള വേഷങ്ങളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പം അവർ തമ്മിൽ ഒരു കോംപ്ലക്സ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും അവർ മറുപടി പറയുന്നുണ്ട്. ഈ അവാർഡ് ഷോയിലൊക്കെ അല്ലെങ്കിൽ അവാർഡ് വാങ്ങിക്കുന്ന സ്ഥലത്തേക്ക് ഭർത്താവിൻ്റെ കൂടെ പോകാനായിരിക്കുമല്ലോ താല്പര്യപ്പെടുന്നത്. അത് പറയുന്ന സമയത്ത് എനിക്കല്ലല്ലോ അവാർഡ്
അവാർഡ് നിനക്കല്ലേ കിട്ടിയത്, പിന്നെ ഞാൻ കൂടി വരേണ്ട കാര്യം എന്താണ്? ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ചോദ്യം ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർ ഈ പറയുന്ന മകന് 5 വയസ്സ് മാത്രം പ്രായമുള്ള സമയത്ത് ജോണ്ടീസ് വരുന്ന സമയത്ത് ഭർത്താവിനെ വിവരം അറിയിക്കുന്നതിന് വേണ്ടിയിട്ട്, കാരണം അവരുടെ കടമയാണ്. ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പറയുന്ന അമ്മയാണ് പ്രസവിക്കുന്നതെന്ന് കൊണ്ട് മാത്രം അമ്മ മാത്രം നോക്കണം, അല്ലെങ്കിൽ എല്ലാ ഉത്തരവാദിത്വം അമ്മയുടെ മുകളിലാണെന്ന് തെറ്റിദ്ധരിക്കുന്നത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അച്ഛനും അമ്മയ്ക്കും തുല്യമായിട്ടുള്ള പ്രാധാന്യം അല്ലെങ്കിൽ ഉത്തരവാദിത്തമാണ് ഒരു കുഞ്ഞിൻ്റെ കാര്യത്തിലുള്ളതെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും തൻ്റെ ഭർത്താവിനെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ അറിയിക്കണം എന്നുള്ളത് അവരുടെ കടമ തന്നെയാണ്. അതുകൊണ്ട് വിളിച്ചറിയിക്കുന്ന സമയത്ത് ഈ രാത്രി ഇനി ഞാൻ എവിടെയാണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടായിരിക്കും, നീ എന്നെ ട്രാക്ക് ചെയ്യുവാണോ, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് അയാൾ തിരിച്ച് ചോദിച്ചതെന്നുള്ള കാര്യം. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കേൾക്കുന്ന സമയത്താണ് ഈ പറയുന്ന സിനിമയിലെ നല്ല നല്ല വേഷങ്ങൾ ചെയ്യുന്ന നായകന്മാരായിട്ട് അഭിനയിക്കുന്ന ആൾക്കാർ ജീവിതത്തിൽ ഒരുപാട് വില്ലൻ വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നതെന്ന് പറയുന്നത്. അപ്പം ഇത്തരത്തിൽ ഈ സ്ത്രീയെ ഒരുപാട് കാര്യങ്ങൾ പീഡിപ്പിക്കുകയും, പിന്നെ അവർ തന്നെ തുറന്ന് പറയുന്നുണ്ട്, ഇദ്ദേഹത്തിൻ്റെ അച്ഛനെന്ന് പറയുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്, പ്രശസ്തനായിട്ടുള്ള നാടക നടനാണ്. അപ്പം അദ്ദേഹത്തിന് ഈ പറയുന്ന ഒരുപാട് ഈ പറയുന്ന സ്വന്തം അച്ഛൻ മരിച്ചതിന് ശേഷം, സ്വന്തം അച്ഛൻ മരിച്ചതിന് ശേഷം അദ്ദേഹത്തിനാണ് അച്ഛനായിട്ട് വിളിക്കുക അല്ലെങ്കിൽ കാണുകയോ ചെയ്യുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് കൊണ്ട് മാത്രം, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ആ സമയത്തൊക്കെ ഇത് ഭയങ്കരമായിട്ട് അതിജീവിച്ച് അവർ മുന്നോട്ട് പോയിട്ടുള്ളത്, അല്ലെന്നുണ്ടെങ്കിൽ ഇതിനെതിരെ പ്രതികരിക്കാതിരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത്. പിന്നീട് ആ അച്ഛൻ്റെ മരണത്തിന് ശേഷം തന്നെയാണ് ഇവർ മുന്നോട്ട് വരിക, ഈ പറയുന്ന ഡിവോഴ്സിലേക്കൊക്കെ പോകാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്നത്. അതിലപ്പുറത്തേക്ക് ഈ പറയുന്ന ഇപ്പോഴും പുതിയതായിട്ടെന്ന് പറയുന്നത് ഇദ്ദേഹത്തിനെതിരെ തന്നെ ഈ പറയുന്ന നമുക്കറിയാവുന്ന കാര്യമാണ്, 2018 മറ്റോ കോടീശ്വരൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ പ്രോഗ്രാം ക്യൂസുമായിട്ട് ബന്ധപ്പെട്ട പ്രോഗ്രാം എന്ന് പറയുന്നത് അത് ഈ പറയുന്ന ഹോസ്റ്റ് ചെയ്തിരുന്നത് മുകേഷാണ്. അപ്പം അതിനകത്ത് സംവിധായികയായിട്ടിരുന്ന ടെസ്സി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി ഇപ്പം മുന്നോട്ട് വന്നിട്ടുണ്ട്. അതായത് ആ സമയത്ത് ഭയങ്കരമായിട്ടുള്ള മിസ്ബിഹേവിയർ ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന പലതരത്തിലേക്ക് റൂമിലേക്ക് വിളിപ്പിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ വിളിക്കാൻ, അങ്ങനെ വൃത്തികെട്ട രീതിക്കുള്ള കുറച്ച് സംസാരങ്ങൾ, അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള കുറേയധികം കാര്യങ്ങൾ ഇടയിൽ നിന്നുണ്ടായി എന്നുള്ള തരത്തിലേക്ക്, അതിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോയത് അല്ലെങ്കിൽ മാറിയത്, അതിലൊരുപാട് പേര് സഹായിച്ചു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഇഷ്യൂസ് വരുന്ന സമയത്താണ് പല ആൾക്കാരെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് മുന്നിലേക്ക് എത്തപ്പെടുന്നതെന്ന് പറയുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ്, വീണ്ടും ഒരു വിവാഹം കഴിച്ചു, അതും വലിയൊരു പരാജയമായിരുന്നു. അപ്പം ഇതിൽ നിന്നൊക്കെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പം ജീവിതത്തിൽ ഒരാൾക്കാരെ നമുക്ക് പെട്ടെന്ന് ഈ പറയുന്ന നമ്മൾ ഈ പറയുന്ന സിനിമയിലോ മറ്റോ അല്ലെങ്കിൽ വലിയ സ്ക്രീനുകളിൽ കാണുന്നത് വെച്ചിട്ട് ഒരാൾ നല്ലത് ചീത്തയെന്ന് നമുക്ക് വേർതിരിച്ച് അല്ലെങ്കിൽ കുറച്ച് സംസാരിക്കുന്നതിലൂടെ മനസ്സിലാക്കാനൊന്നും പറ്റത്തില്ല. ഒരുപാട് വർഷങ്ങൾ നീണ്ട പരിചയം ഉണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ മനസ്സ് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഈ ഒരു കാലഘട്ടത്തിൽ ആർക്കും കിട്ടില്ല എന്നുള്ളത് ഏറ്റവും വാസ്തവമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ പണ്ടൊരു ചൊല്ലുപോലെ പറയായിരുന്നു, മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്നൊക്കെ പറയായിരുന്നു. അതൊക്കെ വെറും ഈ പറയുന്ന പാഴ്വാക്കുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മുഖം പോയിട്ട് കണ്ടിട്ട് പോയിട്ട് ഈ പറയുന്ന പറഞ്ഞില്ലേ, വർഷങ്ങളോളം ഒന്നിച്ച് ജീവിച്ചാൽ പോലും തൻ്റെ പാതിയായി കഴിയുന്ന വ്യക്തി എന്തെന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ അവരുടെ മനസ്സിലിരിപ്പ് എന്ത്, അവരെന്താണ് ചിന്തിച്ചു കൂട്ടുന്നത്, അവരെന്തൊക്കെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ഒരുപക്ഷെ ആ ജന്മം കൊണ്ടുപോലും നമുക്ക് മനസ്സിലാവില്ല, അല്ലെങ്കിൽ കഴിയില്ല എന്നുള്ള കാര്യങ്ങളിലേക്കാണ് ഈ പറയുന്ന ലോകത്തിലെ ഓരോ പ്രവർത്തികളും മനുഷ്യൻ്റേതായിട്ടുള്ള പ്രവർത്തികൾ മുന്നോട്ട് പോകുന്നതെന്ന് പറയുന്നത്. അപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്ന സമയത്ത് ഇതിനെ സപ്പോർട്ട് ചെയ്യുക, എന്നാൽ യഥാർത്ഥത്തിലുള്ള വശം എന്ന് പറയുന്നത് മറ്റൊന്നായി മാറുക, സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദം ഉയർത്തുക പൊതുനിരത്തിലേക്ക്, എന്നാൽ ചെയ്യുന്ന പ്രവർത്തികൾ സ്ത്രീകൾക്ക് എതിരായി ഭവിക്കുന്ന കാര്യങ്ങളും ആണെന്ന് ആലോചിക്കുമ്പോൾ ഇതിൻ്റെ ഒരു വൈരുദ്ധ്യാത്മകമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. ഒരിടത്ത് അതിനെക്കുറിച്ച് സംസാരിക്കുക, മറ്റൊരിടത്ത് അതിനെ ഓപ്പോസിറ്റ് ആയിട്ട്, ഇത് പക്ഷേ പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളും ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന കഴിഞ്ഞ ദിവസം ഒരു കാര്യം കേട്ടാണ്, ഈ പറയുന്ന മുൻനിരയിൽ നിൽക്കുന്ന നടിമാരായിട്ടുള്ള ആൾക്കാർ അവരുടെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള സ്ത്രീകളോട് പോലും നേരെ പെരുമാറാത്ത ആൾക്കാരുണ്ട്. അപ്പം പുരുഷന്മാരെ മാത്രം ഈ പറയുന്ന ലൈംഗിക ചൂഷണം എന്ന് പറയുന്നത് പുരുഷന്മാർ ചെയ്യുന്നതായതുകൊണ്ട് അത്തരത്തിൽ പറയുന്നു. പക്ഷേ സ്ത്രീകളും ഈ പറയുന്ന അവരുടെ തന്നെ അല്ലെങ്കിൽ ആ ഒരു വർഗത്തിൽപ്പെട്ട സ്ത്രീകളോട് പോലും ചിലപ്പം കരുണ കാണിക്കാത്ത കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും ഇത് ഇവരിലേക്ക് മാത്രം ഒതുങ്ങേണ്ട കാര്യമല്ല, മനുഷ്യന് മൊത്തത്തിൽ മാറേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്ന് പറയുന്നത്, സരിത എന്ന് പറയുന്ന ആ വ്യക്തി അനുഭവിച്ചിട്ടുള്ള മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള പീഡനങ്ങൾക്ക് കൃത്യമായിട്ട് ശരിയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇതിലൂടെയൊക്കെ മറുപടി പറയേണ്ടി വരും. അല്ലെന്നുണ്ടെങ്കിൽ ഈ റിപ്പോർട്ടിൽ ഇപ്പം പറയുന്നുണ്ട് പവർ ഗ്രൂപ്പുകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, അതിൽ ഉൾപ്പെടുന്നെന്ന് പറയുന്നുണ്ട് ഒരുപാട് പേര്, ഈ പറയുന്ന മന്ത്രിമാരടക്കമുള്ള ആൾക്കാർ, അതിൽ നിൽക്കുന്ന ആൾക്കാർ. അപ്പം പക്ഷേ ഈ പറയുന്ന കണക്ക് ഈ മുന്നോട്ട് വരുന്ന ആൾക്കാർ അവർക്കൊരു പേടിയുണ്ട്. കാരണം പേര് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഈ ഫീൽഡിൽ പിടിച്ച് നിൽക്കാൻ പറ്റുമോ, പിന്നീട് ഈ പറയുന്ന മാനനഷ്ട കേസ് ഇങ്ങനത്തുള്ള കാര്യങ്ങൾ വരുമെന്ന് കഴിഞ്ഞ ദിവസം പാർവതി തിരുവോത്ത് തന്നെ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ എത്രത്തോളം മുന്നോട്ട് പോവും, ഈ പറയുന്ന ബാല കഴിഞ്ഞ ദിവസം പറഞ്ഞതോ ഇതൊന്നും നിലനിൽക്കാൻ പോകുന്നില്ല. കാരണം ഇങ്ങനെയുള്ളത് എത്ര പേർക്കാണ് നീതി കിട്ടിയിട്ടുള്ളത്, അങ്ങനെ കുറേ കാര്യങ്ങൾ പ്രസക്തമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സത്യം ജയിക്കട്ടെ, സത്യം പുറത്തു തട്ടെ, നീതി കിട്ടേണ്ടവർക്ക് നീതി കിട്ടട്ടെ, അല്ലാത്തവർക്കൊക്കെ ഈ പറയുന്ന കണക്ക് ജയിലിൽ അടയ്ക്കപ്പെടട്ടെ.